ഇന്നലത്തെ നല്ല മീൻ വറ്റിച്ചതും റൊട്ടിയും കൂട്ടി തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ ഡെയിലി അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ പുറത്ത് വന്നിരുന്ന് കഴിക്കുന്നുണ്ടോ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പുറത്ത് വന്നിട്ട് എന്താ പറയുക, കിളികളും കാക്കകളും ഒന്നും അല്ലാത്ത കാര്യം. പുറത്ത് വന്നാൽ യൂട്യൂബ് വീഡിയോ എടുക്കുമ്പോൾ വെളിച്ചം കിട്ടുള്ളൂ. ഒരുത്തരും എന്തിനാ ബാക്കിൽ നിന്ന് ചിരിക്കുന്നത്. ജോൺസേട്ടൻ ഉണ്ടല്ലോ, എന്ത് ക്യാമറ ആക്കിയാലും ജോൺസേട്ടൻ്റെ വിചാരം ജോൺസേട്ടൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയോ, ഫ്രണ്ട് ക്യാമറ ഓണാക്കിയ രീതിയിലാണ് ജോൺസേട്ടനെ നിർത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം പോലും ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ചോറൊന്നും വെച്ചില്ല കേട്ടോ, കാരണം ഇന്നലത്തെ ചോറ് കുറച്ചുണ്ട്. ചെറുപയറുണ്ട്, പിന്നെ കൂണുണ്ട്. കൂണ് തോരൻ വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ പരിപാടികളൊന്നും ഒപ്പിച്ചിട്ടില്ല. കാണിച്ചിട്ട് ഇന്നലത്തെ ചെറുപയർ പാത്രമൊക്കെ കഴുകാണ്ട് കേട്ടോ, ഒന്നും കഴുകിയിട്ടില്ലൊക്കെ കഴുകണം, ഒന്നും ആയിട്ടില്ല. പിന്നെ തൈര് കുറച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന് ഓർത്തു. കൂണൊന്ന് വെറുതെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് സാലഡ് നമുക്കിവിടെ മസ്റ്റാണ് കേട്ടോ. ചെറുപയർ ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതേ ഉള്ളൂ. ഇനി ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ചെയ്യുന്നില്ല, ഒന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയാലോ എന്ന് വിചാരിക്കും. ഒരു സ്റ്റീം കൊടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. കുറച്ചും കൂടെ വേവാനുള്ള പോലെ തോന്നുക. കുടിവെള്ളം, ചോറ് എത്രയേ ബാക്കിയുള്ളൂ, അത് മതി. കൂണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ആർഭാടമൊന്നും ഇല്ലാതെ ഉണ്ടാക്കാം. കൂണ് മീനൊക്കെ ആണെങ്കിലും ഞാൻ ഒത്തിരി മസാല ഒന്നും ചേർക്കില്ല. കുറേ മസാല ചേർത്താൽ എൻ്റെ ഒരു മനസ്സിൽ എന്താ കൂർക്കലാണെങ്കിലും ഞാൻ വെറുതെ ഒരു മെഴുക്ക് വരട്ടി കുറേ ജീരകം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു തനത് രുചി കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അതിനകത്ത് വെറും മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പിന്നെ കൂണ്, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആക്ച്വലി ഇന്നത്തെ ചോറായത് കാരണം അളവ് കുറവാണ്. ഞങ്ങൾ 2 പേരുണ്ട് കഴിക്കാൻ. പക്ഷെ ഞാനിപ്പോൾ എന്ത് പറയുന്നറിയോ, ചോറിനേക്കാൾ കൂടുതൽ കറികൾ കഴിച്ചെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. എങ്ങനെയുണ്ട് എൻ്റെ ഒരു ബുദ്ധിശക്തി. ഞാനാണെങ്കിൽ ജോൺസേട്ടൻ്റെ കടയിലൊക്കെ പോയിട്ട് കുറേ കാലമായിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചോദിച്ചു, ജോൺസേട്ടെ ഞാൻ ഒന്ന് കടയിലേക്ക് വന്നോട്ടെ, എനിക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളും പച്ചക്കറികളൊക്കെ വാങ്ങാനോ ആന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയണേ, ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാറുണ്ട്, നീ ഇങ്ങോട്ട് വരണ്ട. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഒരു ഭാരമായി മാറിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഞാനിപ്പം ഒരു ഭാരമായി മാറിയോ. പിന്നെ ഇപ്രാവശ്യത്തെ ഗൃഹലക്ഷ്മിയിലും കഴിഞ്ഞ ഇന്ത്യൻ എക്സ്പ്രസ്സിലും എൻ്റെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ, കാണണേ. ഗൃഹലക്ഷ്മിയിൽ ഏതാണെന്നറിയോ, ഈ വിമൻസ് ഡേൻ്റെ എഡിഷനിൽ കാണണം കേട്ടോ. ഞാനിന്ന് മീനൊന്നും വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചാൽ ഇതേ ആശാൻ മീൻ വാങ്ങി വന്നു. ആൾ കഴിച്ചൊന്നുമില്ല കേട്ടോ, ജോൺസേട്ടേ കഴിച്ചൊന്നുമില്ല. 4 അയില ഉണ്ടായിരുന്നു, മുളകിട്ട് വറ്റിച്ചു, ഉടമ്പുളി ഇട്ടിട്ട്, പിന്നെ തൈര് സാലഡ്, പയറ്. ജോൺസേട്ടേ ചോറ് കഴിച്ചു പോയി. എനിക്ക് ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട്. ഓക്കേ, ഞാൻ ചോറൊക്കെ ആക്കി വെച്ചിട്ട് ചോറിനാതെ കയറി കിടന്നു പോയിട്ടോ. ചോറിനാളെ മൂടൊക്കെ പോയി. അമ്മേ, നീ എഴുന്നേറ്റ് ചോറിന. എല്ലാവരും ചോദിക്കാറുണ്ട് വീട്ടിലാരൊക്കെ ഏതൊക്കെ, അമ്മ എന്താ കൂടെ കാണാത്തതെന്ന്. അമ്മ ആക്ച്വലി വീട്ടിലല്ല കേട്ടോ, അമ്മ കൽപ്പറ്റയിലാണ്. ഇവിടെ ഞാനും ജോൺസേട്ടായി മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ എന്താ പറയുക, Q&A ആയിട്ടോ അല്ലെങ്കിൽ ലൈവായിട്ടോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ ഞാൻ നല്ലോണം യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ എനിക്ക് കോപ്പി റൈറ്റിംഗ് കാരണം ഭയങ്കര മടിയായി. കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാലും കോപ്പി റൈറ്റാണ്. കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, റവന്യൂ ഒന്നും കിട്ടില്ല. റവന്യൂ കിട്ടില്ല എന്ന് മാത്രമല്ല, എന്താ പറയുക, കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ നെഗറ്റീവാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ പൂമ്പാറ്റിനെ അല്ല കാണിച്ചു തരാൻ പോയത്. ഇത് കണ്ടോ പൊളിഞ്ഞിരിക്കുന്നത്, വയനാട്ടിലത്തെ കാലാവസ്ഥയ്ക്ക് അങ്ങനെ ആകുന്നതാണ്. പിന്നെ അത് കേട്ടോ, അവിടെ നിന്ന് ഇപ്പോൾ ഒരു ജീവി ഇങ്ങനെ അകത്തേക്ക് സ്ഥിരമായി കയറുന്നുണ്ട്. ഈ വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ മോള് കുഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടോം ആൻഡ് ജെറിൻ്റെതും അതുപോലെ ഈ ടോയ്ലറ്റിൻ്റെ ഡോറും ഒക്കെ ഇങ്ങനെ പണിതത്. ആക്ച്വലി ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വന്നേ. ഞാൻ ടോയ്ലറ്റിൽ പോകുന്ന വീഡിയോ ഇടുമെന്ന് ആരും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോയി വന്ന ശേഷം ചോറിനാം. ഞാൻ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയ കാലം മറന്നു കേട്ടോ. ഞാൻ മോള് പോയ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ ഇവിടെ കുറവാണ്. ജോൺസേട്ടെ ഉച്ചയ്ക്ക് ചോറിനാണ് വന്നപ്പോൾ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്, എന്താ തന്നെ അറിയില്ല. ഇവിടെ സാധനങ്ങൾക്കും ചിലവ് കുറവാണ്. ആകെ മീൻ, അതാണ് ഞങ്ങൾ കാര്യമായിട്ട് വാങ്ങാറ്. അതേമേ ഇതൊക്കെ അടച്ചു വെക്കാതെയാണോ ഞാൻ പോയി കിടന്നത്. മീൻ കറിയും കൂട്ടിയൊന്ന് ചോറിനട്ടെ. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ചോറൊക്കെ തിന്നുന്നത്. ഇനിയിപ്പോൾ ഇതും വേറൊരു പാത്രത്തിൽ അതും കൂടെ കഴുകുന്നുള്ളൂ, കുറച്ച് ചോറിലേ ഉള്ളൂ. ആക്ച്വലി എന്തിനാ ഇപ്പോൾ ഒരു വീടിന് ആഡംബരമായിട്ട് കുറേ ഡൈനിങ് ടേബിളും ഒന്നിൻ്റെ ആവശ്യം സത്യം പറഞ്ഞല്ല. ആളുണ്ടെങ്കിലല്ലേ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. എനിക്ക് ഇടയായിട്ട് അങ്ങനെ ഭയങ്കര നിരാശയാട്ടോ. ഒന്നാമത്
എന്താ പറയുക, ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. പിന്നെ മോളുണ്ടായിരുന്ന സമയത്ത് മോളായിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, അടുക്കളയിലെ പണികളാണെങ്കിലും എല്ലാം. ചോറിൻ്റെ ശേഷം കാണാം കേട്ടോ. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോഴാണ്, സാധാരണ എല്ലാവരും ഉണ്ട് കഴിഞ്ഞല്ലേ കിടക്കുക, ഞാൻ കിടന്നെഴുന്നേറ്റ ശേഷം കേട്ടോ ഉണ്ണുന്നത്. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു എനിക്ക് തേങ്ങേൻ്റെ ആവശ്യമുണ്ട്. എപ്പോൾ തേങ്ങ ഇവിടെ വാങ്ങി വെച്ചാൽ ഇപ്പോൾ ഈ ചൂടായിട്ട്, പിന്നെ ഞാൻ കോഴിക്കോടും വയനാട് മാറി മാറി നിൽക്കുന്നതുകൊണ്ട് ആവശ്യം നിൽക്കുമ്പോൾ ഉണങ്ങിയിരിക്കും കേട്ടോ, കൊട്ടത്തേങ്ങ പോലെ. ഇപ്പോൾ ജോൺസേട്ടയ്ക്ക് ദേഷ്യം മേടിച്ചിട്ട് ജോൺസേട്ടെ പറഞ്ഞു നിനക്ക് തേങ്ങ വാങ്ങി തരുന്നില്ല. അപ്പോൾ അടുത്ത വീട്ടിലത്തെ ചേച്ചി അവിടെ നല്ല ഇളകിയ തേങ്ങയുണ്ട്, വരാൻ പറഞ്ഞ്. അപ്പോൾ പോയിട്ടൊരു തേങ്ങ എടുത്തിട്ട് വരട്ടെ. എല്ലാവരുടെ മക്കളും വിദേശങ്ങളിൽ പഠിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു തലമുറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ആലോചിക്കും, പെസഹ അങ്ങനെ കുറേ ആഘോഷങ്ങളൊക്കെ ഇല്ലേ, ഈ ഒരു തലമുറ കഴിഞ്ഞാൽ അങ്ങനെ ആഘോഷമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പെട്ടെന്ന് വീഡിയോ കട്ടാക്കിയത് അടുത്ത വീട്ടിൽ TV വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് വന്നാലും കോപ്പിറൈറ്റ് ഒക്കെ വരും. ഇത് കണ്ട് ഇതൊരു തരിശ് സ്ഥലമായിരുന്നേ. ഈ വീട്ടുകാർ ഇവിടെ താമസം തുടങ്ങിയ ശേഷം കൃഷിയിൽ ഭയങ്കര ഇതാണ് കേട്ടോ, പ്രാന്താണ്, കൃഷിപ്രാന്താണ്. ഫുള്ള് നോക്കൊരു തുള്ളി സ്ഥലമില്ലാതെ നിറയെ നട്ട് വെച്ചേക്കുക. നല്ല തണുപ്പുമാണ്, നല്ല കുഞ്ഞി ചക്കയും എല്ലാം ഉണ്ട്, അടിപൊളിയാണ്. ഇവിടെയാണ് ഞാൻ തേങ്ങ വാങ്ങാൻ വന്നത് കേട്ടോ. ഇതേ അടുത്ത വീട്ടിൽ വന്നപ്പോൾ നമുക്ക് സംഭാരമൊക്കെ കിട്ടി കേട്ടോ. ഒരു തേങ്ങ എടുക്കാൻ വന്നതാണ്. ഇത് കണ്ടപ്പോൾ ഒരു തേങ്ങ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നില്ല. ഇവിടെ തേങ്ങ വെറുതെ തരില്ല കേട്ടോ, പൊതിച്ചേ തരത്തുള്ളൂ. അതും പൊളിക്കുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൻ്റെ സൂപ്രണ്ടൊക്കെയാണ്. നമ്മൾ അങ്ങനെയുള്ള ആളുകൾ പൊതിച്ച തേങ്ങകളെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഒരാൾ ഇതുപോലെ തന്നെ ചോദിച്ചു, ജോൺസേട്ടൻ്റെ സ്വഭാവം നമ്മൾ പൊതിച്ച് കഴിയാറാകുമ്പോൾ ഞാൻ പൊതിക്കണമെന്ന് ചോദിക്കും. ഇതേ അവിടെ ഒരാളങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇതേ നമ്മളൊരു തേങ്ങ വാങ്ങിപ്പോവാണ്. എനിക്ക് ചേരണ്ടണം. എനിക്ക് ഏറ്റവും മടിയുള്ള പണികളാണ് തേങ്ങ ചിരവുക, തുണി മടക്കി വെക്കുക, ഇസ്തിരി ഇടുക. ബാക്കി പണികളൊക്കെ ചെയ്യാൻ അത്രയ്ക്ക് മടിയില്ല കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് പാത്രം കഴുകലും മീൻ നന്നാക്കലും. ഇത് കണ്ടോ ഇപ്പോൾ പോയ ഗുഡ്സ് എൻ്റെ കൂട്ടുകാരിൻ്റെ പപ്പയാണ് കേട്ടോ. ചെറുപ്പം തൊട്ടുള്ള കൂട്ടാണ്. നമ്മളിവിടെ താമസിക്കാൻ വരുന്നതിന് മുമ്പേ ഇവരുടെ വീട്ടിൽ ഞാൻ താമസിക്കാൻ വന്നിട്ടുണ്ട്, നമ്മളിവിടെ വീട് വെക്കുന്നതിന് മുമ്പേ. അപ്പോൾ പുള്ളി എപ്പോഴാണ് ഗുഡ്സ് കൊണ്ട് പോകുമ്പം എൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്നെ ഇടിക്കാൻ വരുന്ന പോലെ ഒന്ന് കാണിക്കുക, എന്നെ വഴിയിൽ എവിടെയെങ്കിലും കണ്ടാൽ. ആ ചെറുപ്പം തൊട്ടുള്ള ഇത് ഇപ്പോഴും പുള്ളി അങ്ങനെ ചെയ്യും കേട്ടോ, എന്നെ ഇടിക്കാൻ വരുന്ന പോലെ ഇങ്ങനെ കാണിക്കും. ഇവിടെ പീടിയായിട്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ. ഇവിടെ വാട്ടർ അതോറിറ്റീൻ്റെ ആളുകൾ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ആ പൊടി, സിമെൻറ്റിൻ്റെ പൊടി ഒക്കെ കൂടെ ഇവിടെ തെറിച്ചുണ്ടോ. ഒരു ദിവസം 3 പ്രാവശ്യം തുടച്ചാലും മതിയാവില്ല സിറ്റ് ഔട്ട്. പിന്നെ വീട് പണിയുമ്പോൾ ഇറ്റാലിയൻ മാർബിൾ ഇതാക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇറ്റാലിയൻ മാർബിൾ ചെയ്തിട്ടാണ് ഇത് കണ്ട ഇങ്ങനെ കറ. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് അറിയില്ല, അറിയുന്നവരെൻ്റെ കമൻറ്റ് ചെയ്യും കേട്ടോ. തേങ്ങ ചേർത്താൻ തന്നപ്പോഴേക്കും കേബിളിൻ്റെ ആൾ വന്നു കേട്ടോ. ആക്ച്വലി ഇവിടെ കേബിൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഞ്ചിൽ പോയപ്പോൾ അത് കട്ടാക്കി കളഞ്ഞു. കാരണം ഞാനോ ജോൺസേട്ടയ്ക്കോ TV കാണുന്ന പരിപാടിയല്ല, എനിക്ക് TV കാണുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങ ചേർക്കണം, പിന്നെ പള്ളിയിൽ പോകണം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. യെസ്, ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം ന്യൂസ്. തിന്നുകൊണ്ടേയിരിക്കും. ബൈ.